ഓട് വാങ്ങിക്കുമ്പോൾ 4 കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ 4 കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പൈസ നിങ്ങളുടെ പോയിരിക്കും. ഒന്ന് 45 ഡിഗ്രിയിൽ വിരിക്കണം. 45 ഡിഗ്രി കുറഞ്ഞാൽ വെള്ളം തിരിച്ചു കയറും കേട്ടോ, പരാതി പറയരുത്, വെള്ളം തിരിച്ചു കയറും. പിന്നെ ഇതിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം ഈർപ്പം ഇതിലേക്ക് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 45 ഡിഗ്രി നിങ്ങൾക്ക് ചിലപ്പോൾ തണുപ്പുള്ളപ്പോൾ വരാറുണ്ടല്ലോ ഷീറ്റുമൊക്കെ, അത് വരാതിരിക്കുന്ന 45 ഡിഗ്രി വേണം. രണ്ടാമത് നമ്മൾ ആണി ഇടും. ആണി തുരുമ്പെടുക്കുന്ന ആണി ഇടരുത്. അത് മാഗ്നറ്റ് വെച്ച് നോക്കുക, തുരുമ്പെടുക്കുന്നത് ഇടരുത്. ഒന്നുകിൽ അലുമിനിയം SS ആണി ഇതിലേക്ക് ഇടുക. തുരുമ്പെടുക്കാത്തത്, തുരുമ്പെടുത്താൽ ഈ വീഡിയോ ഇപ്പോൾ കണ്ടില്ലേ, കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇതിൽ ചീർത്ത് വീർത്ത് ഓട് പൊട്ടിപ്പോയിട്ട് ഒരു വീട്ടിൽ 3 ലക്ഷം രൂപയുടെ ഓട് മൊത്തം താഴെ ഇറക്കി കയറ്റി. അത് നിങ്ങൾക്ക് വരാതിരിക്കണം. ഓട് ഇതുമ ചെയ്യുന്ന ആണിയോ സ്ക്രൂവോ നിങ്ങൾ ഓവർ ടൈറ്റ് ചെയ്യരുത്. ഇത് എക്സ്പാൻഷൻ ജോയിന്റ് വരും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്. കാരണം മുകളിൽ കാണല്ലോ വെയിലടിക്കുമ്പോൾ ചിലപ്പോൾ പുറത്ത് 30 ഡിഗ്രി വെയിൽ നമ്മൾ കൊണ്ട് കുറേ നേരം കഴിയുമ്പോൾ 70 ഡിഗ്രിയൊക്കെ ചൂട് വരും. അങ്ങനെ വരുമ്പോൾ ചൂട് വരുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ എക്സ്പാൻഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഓട് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ എപ്പോഴും ലൂസിലിട്ടോളാം. ലൂസ് നിങ്ങൾ ഓടുണ്ടല്ലോ വാങ്ങിച്ചു കൊണ്ട് വെച്ചതിന് ശേഷം മാത്രമാണ് വീട്ടിൽ നിങ്ങൾ പർലിൻ വർക്കും സ്റ്റീൽ വർക്കും ചെയ്യാവൂ. കാരണം ഓട് ഓരോ പ്രാവശ്യം വരുമ്പോൾ സൈസ് വേരിയേഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു സാമ്പിൾ എടുത്തുകൊണ്ട് പണിയും. രണ്ടാമത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ഇത് എടുത്തുകൊണ്ടെങ്കിൽ ചിലപ്പോൾ അത് വിറ്റുപോയി പുതിയ ഐറ്റം വന്നപ്പോൾ സൈസ് മാറിയിട്ടുണ്ടോ, ചെറിയ അമ്മമ്മൾക്ക് വ്യത്യാസം വന്നിട്ട് പല സ്ഥലങ്ങളിൽ ഇത് മുൻകാലങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓട് മെയിനേക്കാളും മുമ്പ് ഓടിൻ്റെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത്ര ക്വാണ്ടിറ്റി നിങ്ങളുടെ വീട്ടിൽ വന്ന് വാങ്ങിച്ചു കൊണ്ട് ഇറക്കിയതിന് ശേഷം അത് വെച്ച് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് പൊളിച്ച് പണിയേണ്ടി വരും.